ഇപ്പോൾ റീൽസിൽ റണ്ണിംഗ് ആയിട്ടുള്ള കക്കടംപൊയിലിനേക്കാളും അതിമനോഹരവും കോടയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനും കൂടി നമ്മുടെ സ്വന്തം കേരളത്തിലുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പൊന്മുടിയെ കുറിച്ചാണ്. പൊന്മുടി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പൊന്മുടി പോയിട്ട് തിരിച്ചു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. എല്ലാ ദിവസവും മാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സിൽ രാത്രി 12:10 കൂടിയിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലർച്ചെ 6 മണിയോട് കൂടിയിട്ട് നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലെത്തും. യാത്രാ നിരക്ക് സ്ലീപ്പർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ വെറും 195 രൂപ. 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. രാവിലെ 8 മണിക്ക് പൊന്മുടിയിലേക്ക് KSRTCയുടെ ഓർഡിനറി ബസ് അവൈലബിൾ ആണ്. ബസ് ഫെയർ വരുന്നത് വെറും 80 രൂപ മാത്രമാണ്. പൊന്മുടിയിലെത്തി അവിടുത്തെ എൻട്രി ഫീ ആയ 40 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് പൊന്മുടി കംപ്ലീറ്റ് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് 4 മണിയോട് കൂടിയിട്ട് പൊന്മുടിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ് അവൈലബിൾ ആണ്. അതിന്റെ യാത്രാ നിരക്ക് വരുന്നത് 80 രൂപ. ഒരു 7 മണിയോട് കൂടിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തി കഴിഞ്ഞാൽ 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. എല്ലാ ദിവസവും 7:25 പോകുന്ന മാവേലി എക്സ്പ്രസോ 7:40 പോകുന്ന വിവേക് എക്സ്പ്രസോ 9 മണിക്ക് പോകുന്ന മാംഗ്ലൂർ എക്സ്പ്രസിലോ നിങ്ങൾ കയറി കഴിഞ്ഞാൽ രാത്രി 12-1 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് തൃശ്ശൂരേക്ക് എത്താൻ പറ്റും. വെറും 590 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് പൊന്മുടി പോയിട്ട് തിരിച്ച് തൃശ്ശൂരിലേക്ക് എത്താൻ പറ്റും. ഭക്ഷണത്തിന്റെ ചെലവ് നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ കഴിച്ചേക്കും. അപ്പോൾ പൊന്മുടിയൊക്കെ കാണുന്ന പ്ലാനായിട്ട് നടക്കുന്ന ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇതുപോലുള്ള ട്രാവൽ ടിപ്സ് വീഡിയോകൾക്കായിട്ട് FJologues എന്ന അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യും.